ഹായ് കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായി സന്തോഷമായി ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു ബുധനാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ സാധാരണ രാവിലെ എണീറ്റ് വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ നിന്നില്ല, സ്കൂളിലോട്ട് തന്നെ വന്നു. കുറച്ച് വയ്യായ്മയൊക്കെ ഉണ്ടായിരുന്ന ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം. അങ്ങനെ ഞാൻ സ്കൂളിൽ വന്നപ്പം നമ്മുടെ കൃഷി നടത്തിയിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ കത്തിരിക്കയും മുളകും ഒക്കെ ഇഷ്ടം പോലെ ഇട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വന്നൊന്ന് കൂട്ടുകാർക്കൊന്ന് പകർത്താമെന്ന് വിചാരിച്ച് കാണിച്ചു തരാൻ വേണ്ടി. കാരണം ഇതിൻ്റെ വളർച്ച തൊട്ടുള്ള കാര്യങ്ങൾ, നട്ടത് തൊട്ടുള്ള അങ്ങോട്ടുള്ള വളർച്ച വരെയുള്ള ഇത്രയും വലുതായ വരെയുള്ള കാര്യങ്ങൾ ഞാൻ കൂട്ടുകാർക്ക് കാണിച്ച് തന്നു. രാവിലെ പെട്ടെന്ന് എണീറ്റ് വീട്ടിൽ വന്ന് സ്കൂളിൽ വന്നു വയ്യ കേട്ടോ. അപ്പോൾ ഇനി ഇവിടുത്തെ ജോലി ഒന്ന് തീർത്ത് വെച്ചിട്ടാണ് എനിക്കിനി ഹോസ്പിറ്റലിൽ പോകാനുള്ളത്. അപ്പോൾ ഇന്ന് മൊത്തത്തിലൊന്നും ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ സ്കൂളിൽ, ആരും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു 2 ദിവസത്തിന് മുമ്പ് പറഞ്ഞിരുന്നു, 2 ദിവസത്തെ മെനിഞ്ഞാന്ന് 1-ാം തീയതി ഞായറാഴ്ച രാവിലെ ഹോസ്പിറ്റലിലൊക്കെ പോയിരുന്നു. അത് കുഴപ്പമില്ലാതിരുന്നു, പക്ഷേ പറ്റുന്നില്ല. ഇന്നെന്തായാലും പോയി ഡോക്ടറെ കണ്ടിട്ട് സാധാരണ രാവിലെ വന്ന് ഇഡ്ഡലിക്കുള്ളതും സാമ്പാറിനുള്ളതൊക്കെ ഞാൻ അടുപ്പിനകത്ത് ആക്കിയിട്ട് ഒന്ന് പോയാണ് വീഡിയോ ഒക്കെ എടുത്തത്, ചെടിയുടെയൊക്കെ. അപ്പോൾ അതിന് ശേഷം വന്ന് ഉച്ചയ്ക്ക് ബീട്രൂട്ട് തോരൻ വെക്കണം. അപ്പോൾ സാമ്പാറാകുമ്പോൾ അടുപ്പിലാക്കി കൊടുക്കാറ്. പെട്ടെന്ന് ജോലി തീർത്തിട്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് വിചാരിച്ചാണ് ജോലികളൊക്കെ തുടങ്ങിയത്. പക്ഷേ സമയമായപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ല, ജോലിയൊന്നും തീർന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലിയൊക്കെ ആയതിനെയൊക്കെ ഒരു പാത്രത്തിലോട്ടൊക്കെ ഒന്ന് ആക്കി വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് എടുത്തുകൊണ്ട് പോകുമല്ലോ. അത് കഴിഞ്ഞ് ഇനി സാമ്പാറിനുള്ള അരപ്പ് ഇട്ട് കൊടുക്കണം. അപ്പം കഷ്ണങ്ങളൊക്കെ വെന്ത് നന്നായിട്ട് ഉടഞ്ഞൊക്കെ വന്നു. എളുപ്പം സിമ്പിളായിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പിന് ഞാൻ നമ്മുടെ ചട്ടി വെച്ചിട്ട് നമ്മുടെ സാമ്പാർ പൊടി ഇതൊക്കെ തട്ടിയിട്ട് കൊടുത്തത് ചെയ്ത്. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഒരു കഷ്ണം കാബേജ് ഇരുന്നത് കണ്ടത്. അപ്പോൾ അതിനെയും കൂടെ ഒന്ന് ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കാബേജിനെയും കൂടെ ഒന്ന് അരിഞ്ഞ് പറക്കിയെടുത്ത്. അപ്പോൾ 2 ബീട്രൂട്ട് കാബേജും കൂടെ ഇട്ടുള്ളൊരു തോരനാവുമല്ലേ, പിള്ളേരത് കഴിക്കും, പിള്ളേർക്കത് ഇഷ്ടമാണ്. അങ്ങനെ അതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ് പറക്കിയൊക്കെ വെച്ചിട്ട് നമ്മളുടെ കാബേജ് തോരനൊക്കെ അടുപ്പിലാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ അരി വെന്ത് ചോറിനുള്ളത്. അപ്പോൾ ആദ്യത്തിന് നോക്കി നിന്നിട്ട് ആദ്യത്തെ വന്നില്ല. അപ്പോൾ ഇനി ഞാൻ തന്നെ അത് എടുത്ത് വടിക്കണം എന്ന സമയമായി. കാരണം റേഷൻ അരിയല്ലേ, വെന്ത് പോകും കേട്ടോ. അപ്പോൾ എന്ത് ബുദ്ധിമുട്ടിയാണെന്ന് അറിയാമോ കൂട്ടുകാരെ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. കാരണം നമ്മൾ എത്ര ജോലി ചെയ്തിട്ടും നമുക്ക് അതിനുള്ള ഒരു പ്രതിഫലം നമുക്ക് കിട്ടുന്നില്ല. നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ജോലി ചെയ്തിട്ട് സ്കൂൾ പാചക ജീവനക്കാരിയാണ് ഞാൻ. 2 മാസത്തെ ശമ്പളം കിട്ടണം കേട്ടോ കൂട്ടുകാരെ. അതൊക്കെ ഓർമ്മിക്കുമ്പോൾ ഭയങ്കര വിഷമമൊക്കെ ഉണ്ട്. എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ വിഷമിക്കുന്നുണ്ട് ശമ്പളമൊന്നും കിട്ടാതൊക്കെ. ആ സമയം ആദ്യത്തെ വന്ന് തേങ്ങയൊക്കെ പൊട്ടിച്ച്, അപ്പോൾ ഞാനൊരു ചായയൊക്കെ ആ സമയത്ത് ഇട്ട് കേട്ടോ കുടിക്കാൻ വേണ്ടി. കാരണം ഇപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞ് തന്നെയാണ് നിൽക്കണത്. പക്ഷേ സമയം വന്നിട്ട് 11 മണിയൊക്കെ ആയി കേട്ടോ ഈ സമയമായപ്പോഴും. അപ്പോൾ രാവിലെ പോയാലേ അവിടെ നിന്ന് OP ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം 50 പേർക്ക് എന്തോ ഉള്ളൂ ഒരു ദിവസം OP ദിവസം. അപ്പോൾ നേരത്തെ പോയാലേ നേരത്തെ വരാനും പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് എന്തായിരുന്നാലും ഇനി പോക്ക് നടക്കില്ല എന്ന് വിചാരിച്ച് 2ഉം കൽപ്പിച്ച് തന്നെ ജോലി പയ്യെ ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ. ഇപ്പോഴും എനിക്ക് വയ്യ തന്നെയാണ് കേട്ടാ. അങ്ങനെ ചോറൊക്കെ ആദ്യത്തിനടുത്ത് വെച്ച് തന്നതിന് ശേഷമാണ് തേങ്ങ തിരുവാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഇട്ട് വെച്ച ചായ ഒന്ന് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ PTCM അപ്പച്ചൻ വന്ന് അപ്പച്ചനുള്ള ചായയും കൊടുത്തിട്ട് ആദ്യത്തിനുള്ള ചായ ഉണ്ടെന്ന് മഗ്ഗിൽ വെച്ച് കൊടുത്തിട്ട് ഞാനിരുന്ന് ചായ കുടിച്ചിട്ട് അവന് ഞാൻ കുടിച്ച ഗ്ലാസ് തന്നെ കേട്ടോ, കഴിയൊന്നുമില്ല കൂട്ടുകാരെ. ആ ക്ലാസ്സിൽ തന്നെ മോനും കൂടെ ചായ ഒഴിച്ച് വെച്ച് കൊടുത്തു. കാരണം അവൻ തേങ്ങ തിരികെ തന്നിരുന്നാലേ എനിക്ക് തോരത്തിനുള്ള അരപ്പാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് തോരനൊക്കെ അടുപ്പിലിരിപ്പുണ്ട്. അത് കഴിഞ്ഞ് ആദ്യത്തെ പാത്രമെല്ലാം കഴുകിയൊക്കെ എനിക്ക് ഒതുക്കിയൊക്കെ വെച്ച് തന്നു. മുട്ടയൊക്കെ അവിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തൊലിച്ച് ഒതുക്കി വച്ചതിന് ശേഷമല്ലേ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആ ജോലിയിലോട്ട് പോയി. കാരണം ഇന്നത്തെ
ജോലികളൊക്കെ അങ്ങനെ പാചക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ. അതിനുശേഷം ഞാൻ പിന്നെ അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് വാരി തൂത്ത് വൃത്തിയാക്കി ഇട്ട്, കാരണം എപ്പോഴാണ് പരിശോധനയ്ക്കെന്ന് പറഞ്ഞാൽ ആൾ വരണേന്നൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ഒതുക്കി തന്നെ ഇടണം. ഇന്ന് ഞാൻ സ്കൂളിലോട്ട് വന്ന സമയത്തെ നൈറ്റി ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് വീട്ടിൽ നിന്ന് വന്നത് കേട്ടോ. കാരണം ഇവിടെ നിന്ന് വന്ന് ജോലി പെട്ടെന്നൊന്ന് തീർത്തിട്ട് വീട്ടിലോട്ട് പോകണമെന്ന് വിചാരിച്ച് വന്നതല്ലേ, ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി. പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നെ നമ്മൾ അട പിടിക്കുന്ന തുണികളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് എടുത്ത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ വെക്കും. കാരണം നമുക്ക് നാളെ അത് ഉപയോഗിക്കുള്ളതല്ലേ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഒന്ന് കുടഞ്ഞ് ഞാൻ നമ്മളുടെ അശയൊന്നുമില്ല കേട്ടോ കൂട്ടുകാരെ അടുക്കളയ്ക്കകത്ത്. ആ സൈഡിൽ തന്നെ ഞാനൊന്ന് വിരിച്ചിട്ട്, അപ്പോൾ ഫാനിൻ്റെ കാറ്റ് കൊണ്ട് നാളെ രാവിലെ ആകുമ്പോൾ നല്ല ഫാനിൻ്റെ കാറ്റല്ല, ആ പുറത്തുള്ള ആ ഒരു ജനാലിൽ കൂടെ കാറ്റൊക്കെ വന്ന് അതവിടെ കിടന്ന് ഉടങ്ങി കിടക്കും. ആ സമയം ഞാൻ പിന്നെ ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി വൃത്തിയൊക്കെ ആക്കി. ആ സമയത്ത് വീട്ടിൽ നിന്ന് വിളിയൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോകണില്ലേ എന്ന് കേട്ടുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പം തൂത്തുവാരി ഒക്കെ തുടച്ചൊക്കെ ഇട്ട് അടുക്കളയൊക്കെ. ആ സമയത്താണ് സാറ് പറഞ്ഞത് നമുക്ക് കത്തിരിക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കണം, നാളെ നമുക്ക് കുട്ടികൾക്കൊന്ന് തീയൽ വെച്ച് കൊടുക്കണം നമ്മളെ ഇവിടുത്തെ. അപ്പോൾ ഈ മക്കളെയൊക്കെ കാണുമ്പോഴാണ് കേട്ടോ കൂട്ടുകാരെ എത്ര വയ്യെങ്കിലും എണീറ്റ് പോയി കുട്ടികൾക്കുള്ള ഫുഡ് ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിക്കണത്. അങ്ങനെ സാറന്മാരും, ഇത് ഞങ്ങളുടെ എച്ചമാണ് കേട്ടോ ഈ കാണുന്നത്, ഈ ബിജു സാർ എന്നാണ് സാറിൻ്റെ പേര്. അങ്ങനെ സാറ് നമ്മൾ നാടൻ കത്തിരിക്ക കേട്ടോ എല്ലാം കട്ട് ചെയ്ത് തന്നു. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ പ്ലേറ്റ് വെച്ചിട്ട് നിൽക്കുകയാണ്. കാരണം നമുക്ക് പാത്രത്തിൽ വെച്ച് ഫോട്ടോയൊക്കെ എടുക്കാനുള്ളതല്ലേ. നമ്മുടെ ഓണത്തിനുള്ള പച്ചക്കറി കൃഷിയായിരുന്നു കേട്ടോ. പക്ഷെ നേരത്തെ വിളവെടുപ്പ് നടത്തി ഞങ്ങൾ. കാരണം ഇനിയും കുറച്ചൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഇനി നീല കത്തിരിക്ക ഉണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ അത് അവിടെ നിൽപ്പുണ്ട്. അതിന് മുമ്പ് നമുക്ക് വെള്ള കത്തിരിക്കയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ ഒരുപാട്. അപ്പോൾ ഈ മക്കളെ കണ്ടല്ലേ കൂട്ടുകാരെ, ഈ മക്കളൊക്കെയാണ് കേട്ടോ എൻ്റെ സന്തോഷം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്ന സമയം എന്ന് പറയുന്നത് ഈ കുട്ടികളെ കൂടെ ചിലവഴിക്കുമ്പോഴാണ് കേട്ടോ. ഒരു ദിവസം രാവിലെ 7:30 പൊക്കഴിഞ്ഞാൽ 2-2:30 വരെ ഈ സ്കൂളിനകത്താണ് ഞാൻ എൻ്റെ ജോലി മൊത്തവും ചെയ്യുന്നത്. എന്നെ കളിയാക്കുന്ന കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. അന്ന് യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്തൊക്കെ എന്നെ കളിയാക്കിയവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഇപ്പം ഇങ്ങനെ ഗവനിക്കുന്നേ ഇല്ല. അപ്പം ഞാൻ രാവിലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് വന്ന ഡ്രസ്സ് നൈറ്റി ഇതോടെ തന്നെ ഞാൻ വീട്ടിൽ പോവുകയാണ്. ഞാൻ ചുരിദാറൊന്നും ഇട്ടിട്ടല്ല വന്നത് ഇന്ന് സ്കൂളിൽ. അപ്പോൾ ഈ വർണ്ണ വഴിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മാളാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അവളോടൊരു കുശലമൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ നടന്നു വരികയാണ് കേട്ടോ. എപ്പോഴും എൻ്റെ ദോശക്കടയിൽ ദോശക്കൊക്കെ വരും കേട്ടോ. അപ്പം നമ്മളുടെ വീടിൻ്റെ റോഡിൽ കാണുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ കൂട്ടുകാരെ ഇത്. ഈ റോഡ് മൊത്തത്തിൽ നശിച്ച് ഒരു വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ്, വെള്ളവും ഒക്കെ ആയിട്ട്. നമ്മുടെ സർക്കാർ ഇതൊന്നും ഗവനിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ റോഡിലൂടെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ചവിട്ടി കുഴിയിലൂടെ നടക്കണത്. ഒരുപാട് വണ്ടികൾ ഇവിടെ വന്ന് വീഴുകയും വണ്ടിയിൽ വരുന്ന ആൾക്കാർ വീഴുകയും അപകടമൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേട്ടോ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ, ടാറ്റ.